പ്രശ്നമില്ല. എൻ്റെ മാർഗത്തിൽ ചവിട്ടിയത് കൊണ്ട് അങ്ങയുടെ പാദത്തിൻ്റെ അടയാളം നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും പറഞ്ഞിട്ടാണ് മാറിടത്തിൽ ശ്രീവത്സവമായിട്ട് ആ പാദത്തിൻ്റെ അടയാളം വെച്ചു എന്നാണ് പറയാൻ. ഓർമ്മിക്കാൻ മതി, ഇനി ആരെയും ബുദ്ധിമുട്ടില്ല. ചവിട്ടിയത് ഭഗവാനാണോ? അല്ല, മഹർഷിയാണ്. പക്ഷെ അങ്ങനെ ചവിട്ടിയിട്ട് മഹർഷിക്ക് ചവിട്ടിയതിലൂടെ എന്നെ ചവിട്ടിയത് വിഷമായോ എന്ന് ചോദിക്കുന്ന ഈ മൂർത്തി കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണീരൊഴുകി ഭൃഗു മഹർഷിന് ഇങ്ങനൊരു മൂർത്തി ഉണ്ടോ എന്ന് തോന്നി അല്ലേ? ഇത്രയും ദ്രോഹം ചെയ്തിട്ടും ഇങ്ങോട്ടെന്താ പറയുന്നത്? ഈ ഒരു ഭാവനയാണെങ്കിൽ ഇതാണ് ഭജിക്കാനുള്ള മൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ച് തിരിച്ചു വന്ന് ആ സത്രത്തിൽ വെച്ചിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, ഏകമായ മനസ്സോടുകൂടി ഭജിച്ചാൽ നാളേക്കോ തലമുറകൾക്കോ ദോഷമില്ലാതെ ഭജിക്കാൻ പറ്റുന്ന മൂർത്തി ഈ ഒരു മൂർത്തിയാണ് എന്ന് ഉറപ്പിച്ച ഒരു രംഗം കൂടി ഇവിടെ വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് വീണ്ടും കഥാഭാഗങ്ങളെന്ന് കുറേ വായിക്കാനുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ഞാനിങ്ങനെ പറയും അല്ലേ? നിങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ചില ആൾ പറഞ്ഞിട്ട് പോകും, ചില ആൾ പറയാതെ പോകും, ചില ആൾ ജ്ഞാപകം എടുത്തിട്ട് പോകും, എല്ലാവരും പോകും. നമുക്കിത് തീർക്കണേ. നമുക്കൊരു അക്ഷരം പോലും വിട്ട് കളയാൻ പറ്റില്ല. ഇതിൽ ഭാഗവതത്തിൽ നമ്മൾ കുറച്ച് ചോദിക്കും. ഓരോ ദിവസവും ഭഗവാന്റെ മുന്നിൽ ചെന്ന് സമർപ്പിക്കുമ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യാൻ അല്ലേ? ഇതിൽ അക്ഷര ബ്രഹ്മമായിട്ടാണ്, സ്ഥൂല സ്വരൂപവും സൂക്ഷ്മ സ്വരൂപവുമാണ് ഭാഗവത സ്വരൂപിയായിട്ട് കാണുന്നത്. അപ്പം നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം. ഇന്ന് നമുക്ക് പരമാവധി ഏകാദശ സ്കന്ധം തുടങ്ങി വെച്ചതേ ഉള്ളൂ. പരമാവധി വായിച്ചാൽ